ഓ ഗായ്സ് പറയടാ ഇൻട്രോ എന്ത് പറയാ. ഹലോ ഗായ്സ്. നമ്മളൊന്ന് എന്താ പറയാ. ഗൈസ് അതെ, വിഷ്ണു ആൻഡ് ജിഹാദ് ഹിയർ. റൂമിൽ നിന്ന് പുറത്താക്കിയല്ല. ഇന്ന് 31 തീയതിയാണ്, മെയ് 31. ഷിഫ്റ്റിംഗ് ഡേ ആയിരുന്നു. പുതിയ റൂം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പുതിയ റൂമിൽ പോയ സമയത്ത് കോമഡി പോസ്റ്റ് അവിടെ ബെഡിൽ കാല് നീളം എത്തണില്ല. അപ്പോ വിഷ്ണു പറഞ്ഞോട് ജസ്റ്റ് നീ കിടന്ന് നോക്കുന്ന പറഞ്ഞപ്പോ നീളം എത്തണില്ല. പാർട്ടിഷൻ റൂമായിരുന്നു. ആ റൂം ക്യാൻസലായി. പിന്നെ 1 തീയതി കൊണ്ട് ഇനിയിപ്പോ റൂമൊന്നും കിട്ടൂല. പിന്നെ പ്ലാൻ ബി ഇട്ട് അല്ലേ? അതെ, നേരെ കീർത്തി പോയി ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ ജിഹാദ് പോലീസ് ഉണ്ട് ഗൈസ്. പോലീസ് ഉണ്ട്. അപ്പൊ ജിഹാദ് എന്താ പ്ലാൻ ആക്കിയേ? വാൻ ലൈഫ് ആക്കിയേ ഗൈസ്. ലൈഫ് ആക്കി. വെള്ളമൊക്കെ ഉണ്ട് ബാക്കില്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ബാത്റൂം ഒഴിച്ച് എല്ലാം ഉണ്ട്. അതെ, 7 സീറ്റർ ആണ്. സോ ഞാൻ വിചാരിച്ചു ബാത്റൂം ഇപ്പൊ നമുക്ക് ദുബായ് ആയതുകൊണ്ട് നിരനിരായിട്ട് ബാത്റൂമും മാളുകളൊക്കെ ഉള്ളതുകൊണ്ട് കുളി ഇതൊക്കെ അങ്ങനെ പാസ്സായി പോവാം. നോക്കാം, ലെറ്റ്സ് ട്രൈ. ഞാൻ ഒന്നും നോക്കിയില്ല. ചെക്ക് എന്തായാലും ജോബിന് കയറിയിട്ടില്ല. നാട്ടിൽ പോയി വന്നിട്ട് ജോബിന് കയറണല്ലോ. ലോക്കൽ ലീവിലാണ്. അപ്പൊ രാത്രി ഇടുന്നില്ല. കീർത്തി പ്ലാൻ പോയി, നമ്മളെ കിസൈസ് കീർത്തി പോയി. നല്ല ഒരു കോംബോ കഴിച്ച് നല്ല പൊറോട്ടയും ബീഫും കഴിച്ച് നൈസായിട്ട് ഇറങ്ങി. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ടു സമയം എത്ര ഇപ്പോ? സമയം 12:47. നേരെ ബീച്ചിക്ക്. നാളെ 9:30 എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഗൈസ്. അതാണ് വേറൊരു ട്വിസ്റ്റ്. ബീച്ച് പോകുന്നു, ചാടുന്നു. ബാക്കിയൊക്കെ അവിടെ കണക്ട് ചെയ്യാം. ഉറങ്ങണോ ഒന്നും പ്ലാനില്ല. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് വ്ലോഗ്. സോ ജിഹാദ് ആൻഡ് വിഷ്ണു ഹിയർ. അപ്പൊ മൊത്തം വീഡിയോ ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഓക്കെ. ദുബായിൽ എന്തൊക്കെയാണ് പ്രത്യേകത, ദുബായിൽ നമുക്ക് ഈ ഒരു നേരത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, വാൻ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്. അപ്പൊ കറന്റ്ലി നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. കൈറ്റ് ബീച്ചിലല്ലോ ചെയ്യാതെ കൈറ്റ് ബീച്ച്. അപ്പൊ ഇറങ്ങാൻ പറ്റൂല എന്നൊക്കെ നോക്കണം. ഇവിടെ ഇപ്പൊ പെരുന്നാളിന് ശേഷം ഫാമിലി മാത്രമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ട്രൈ ചെയ്ത് എന്തായാലും. ഇതിന്റെ അപ്പുറത്ത് ബീച്ചില്ല, നമ്മൾ അന്ന് തോന്നില്ലേ? അവിടെ എൻട്രി ഉണ്ട് ഓൾറെഡി. ഇപ്പൊ ചില ഏരിയ ചിലപ്പോൾ മേ ബി സം ഏരിയ ഫസ്റ്റ് നമുക്ക് ബീച്ച് നോക്കാൻ ദിവസമാണ്. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇതിലുണ്ട്, എല്ലാതും ഇതിലുണ്ട്. ബനിയൻ മുതല് ബീച്ച് കഴുകാണതും കഴുകിയതും ഒക്കെ ഇതിലുണ്ട്. പെണ്ണെടുക്കട്ടെ. ബീച്ചിലെത്തി ഇറങ്ങി നോക്കാനുള്ള പ്ലാനാണ് ഗൈസ്. ഇറങ്ങാൻ പറ്റുമോ കുളിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. ഇവിടെ ആശാൻ കിടക്കുന്നുണ്ട്. ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്യണ പരിപാടി പറയണ്ടല്ലോ. പിന്നെ നമ്മളെ ലെവലാണ് പോയി കിടക്കുക. അപ്പൊ നമ്മള് പാനോണ്ട് കുത്തിയാലാക്കുള്ളൂ. എന്താ ചെയ്യാ, ലെവലായി റെഡിയാക്കാൻ നോക്കി. പക്ഷെ ഇതൊന്നും അവിടെയും കിട്ടാല്ല. അത്ര അപ്സ്കെയിലായി ലെവലൊക്കെ. അപ്പൊ എന്താ പരിപാടി? ഇവിടെ ശരിക്കും വ്ളോഗിംഗ് ഒന്നും അല്ല ഇവിടെ അല്ല. ദുബായില് വ്ളോഗിങ് ചെയ്യാൻ പറ്റിയ ആ വ്ളോഗർ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത്തിരി ഔട്ട് സൈഡ്, ഇൻഡോർ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ നോക്കും. പിന്നെ കുളിക്കാൻ പറ്റിയ പിന്നെ വേറെ വീഡിയോ പരിപാടി നടക്കൂല, വ്ളോഗിങ് അല്ലേ? അതെ, പക്ഷെ ഇവിടെ തോന്നുന്നത് പോസ്റ്റാ. ഇവിടെ വലിയൊരു സുഖമില്ല കേട്ടോ ജിഹാദ്. അന്ന് കണ്ട ബീച്ചിൻ്റെ അത്രയും പോരാ. ഒന്നാമത്തത് ഇവിടെ കപ്പിൾസും ഫാമിലീസും മാത്രമേ ഉള്ളൂ. അതെ, 4 ഫാമിലീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പം എന്താ പറയാനുള്ളത്? നമുക്ക് സ്വിമ്മിങ് കമ്പൽസറി ആണെങ്കിൽ നീന്താൻ മൂടുന്നെങ്കിൽ നമുക്ക് അപ്പുറത്ത് ബീച്ചിൽ പോവാം. അത് നല്ലത്. ഇവിടെ ഒരാളും അനക്കൂല. നമുക്ക് വ്ളോഗ് നമ്മളെ വ്യൂവേഴ്സിനെ കുറിച്ച് കുളിച്ചതൊക്കെ കാണിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞതൊരു കപ്പിൾ ബീച്ചാണ്. അപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ സോ നമുക്ക് ബുർജ് ഖലീഫ വെച്ചെടുക്കാം. ബുർജ് ഖലീഫൊക്കെ കാണാൻ പറ്റും ഗൈസ്. കുറച്ച് ഓക്കെ, അടിപൊളി വ്യൂ ഒക്കെയാണ്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ക്യാപ്റ്റീവ റിവ്യൂ എന്ന് പറഞ്ഞേ. ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് ക്യാപ്റ്റീവയുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ വണ്ടി എടുക്കാട്ടി മുന്നേ കുറെ ക്യാപ്റ്റീവ് യൂസേഴ്സിന്റെ ചോദിച്ചു വണ്ടി എങ്ങനെയുണ്ട്, മൈലേജ് ഒക്കെ ഉണ്ടാവും. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞേ. എനിക്കപ്പോ വണ്ടിക്ക് മൈലേജ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് കാണിച്ചാൽ റേഞ്ച് വെച്ചിട്ട് ഒരു 6 കിലോമീറ്റർ ആണ് മൈലേജ് വണ്ടിക്ക് കിട്ടുന്നത്. അതും പെട്രോൾ വണ്ടി. പിന്നെ എല്ലാം പെട്രോൾ ആണല്ലോ. 7 സീറ്റർ ആണെങ്കിൽ പോലും അത്ര വലിയ വണ്ടിയല്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 10 മേലെ കിട്ടുന്നതാണ് അല്ലേ? അതെ അതെ.
ആകെ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗൈസ്, 105. അപ്പൊ കിട്ടണ പൈസ ഒക്കെ പെട്രോൾ അടിക്കുക. പെട്രോൾ അടിക്കുക, വണ്ടി ഓടിക്കുക, റൂം പുറത്തേക്കൊന്നും കുഴപ്പമില്ല, റൂം റെന്റ് ലാഭിക്കുക. റൂം റെന്റ് പിന്നെ പെട്രോളിൽ തീർക്കുക, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പെണ്ണ് എടുക്കട്ടെ. ലോക്ക് തുറക്കും. മിസ്റ്റർ ജിഹാദ് സെയിം ആണ് പരിപാടി. അപ്പൊ മൂന്നാമത്തെ തുള കുത്തിട്ടു. 3 തുളുണ്ട് ഗൈസ്, അതാണ് ഹൈലൈറ്റ് ഗൈസ്. അപ്പോ നമ്മ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എക്സാക്ട് കൈറ്റ് ബീച്ചല്ലേ, ഗൂഗിൾ അടിച്ചപ്പോ വസീൽ അടിച്ചപ്പോ ഇതാ വന്നത്, വെയ്സ് ആപ്പിൽ അടിച്ചപ്പോ പറ്റിച്ചതാണ് ശരിക്കും പഠിച്ചതാ, വെയ്സ് പഠിച്ചു ഗൈസ്. അതല്ല, പിന്നെ വേറെ കാര്യം പറയാമെന്ന് വെച്ചാല് ഞങ്ങൾക്ക് വ്ലോഗിങ് മാത്രല്ല പാട്ട് പാടാൻ അറിയാം. സോ വലിയൊരു സത്യമാണ്, പുറത്തറിയുന്നത് സത്യമാണ്. സോ നിങ്ങൾ കണ്ടോക്ക്, ഞങ്ങളൊരു പാട്ട് കേട്ടോക്ക്, എന്നിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, ലാസ്റ്റ് ഇടണോ അല്ലെങ്കിൽ ഇപ്പൊ ഇടണോ? ഇപ്പൊ നമുക്ക് നല്ലൊരു സമയം ഉണ്ടല്ലോ, ഗ്യാപ്പ് ഉണ്ടല്ലോ, ഓഡിയൻസിന് ബോറാവണ്ട. ഞങ്ങൾ പാട്ടും പാടും. പാട്ട് എങ്ങനെ നിങ്ങൾ അഭിപ്രായം പറയണം. ഓക്കെ, പാട്ടൊക്കെ കേട്ടോക്കിട്ട് അഭിപ്രായം പറയണം. വലിയ സുഖം ഉണ്ടാവില്ല, സുഖിച്ചു പറയണം അല്ലേ? അതെ, നല്ലതായിരുന്നു പറയാ. ജിഹാദാണ് മെയിൻ. പിന്നെ ഞാൻ പിന്നെ സിംഗറാണ്. സോറി ഗൈസ്, തെറ്റിച്ച ഇവന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പോലെ. പയ്യൻ മ്യൂസിക് എഞ്ചിനീയർ ആണ്, സൗണ്ട് എഞ്ചിനീയർ ആണ്. അങ്ങനെ കിടന്നാൽ സൗണ്ട് എഞ്ചിനീയർ ആണ്. പിന്നെ അവർക്ക് ഈ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അടിപൊളിയാണ്, ചെക്കൻ്റെ പരിപാടികളൊക്കെ അടിപൊളിയാണ്. നാസിക് ദൂള, സോറി തമ്പോലല്ല, ഇതിന് വരുന്ന ഡ്രംസ്, വയലിൻ, ഗിത്താർ, ഓവറോൾ കലാകാരൻ ആണ് ഈ നിൽക്കുന്നത് ഗൈസ്. റിലേഷൻഷിപ്പാ എന്റെ പെണ്ണാണ് വീഡിയോ. എന്തോ മാനേജർ അല്ലേ? ഓട്ടോ ലോൺ സെയിൽസ് ആണ് ഗൈസിന്റെ പരിപാടി. അപ്പൊ ഓട്ടോ ലോൺ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും വ്ലോഗിലൊന്നും കിട്ടാനും നമ്പർ റെഡി കൊടുക്കാം. പ്രത്യേകിച്ച് പെൺപിള്ളേര് ചെയ്യരുത്. ഓക്കെ, ഈ വീഡിയോ ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ ഗൈസ് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാ ദിവസവും 2 ദിവസം കൂടുന്നോറും നമ്മള് സമയപരിധി പോലെ വീഡിയോ ഇറക്കുന്നതായിരിക്കും. കൺഫേം. ലൊക്കേഷൻ ഒന്ന് നോക്കിയേ. സോ ഇപ്പൊ പറയാൻ പോയ കാര്യം പറ. നമ്മളെന്താ നമ്മള് കൈറ്റ് ബീച്ച് ക്യാൻസൽ ചെയ്തു. നമ്മളെ അടുത്ത ബീച്ച്, അതായത് നമ്മൾ അന്ന് മുമ്പ് ദിവസം പോയ ബീച്ച് ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോയിൽ പറയാൻ അല്ല പറഞ്ഞോ, നമ്മള് നാച്ചുറാലിറ്റിയിൽ വരണ്ടല്ലേ, എല്ലാവർക്കും നാച്ചുറാലിറ്റി കൊടുക്കാം. പറ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവന്റെ ഫോളോവേഴ്സ് ഒക്കെ അറിയാണ്ടല്ലോ, ആരെടുക്കാനല്ല ഗൈസ്, ഇവന്റെ ഫോണൊക്കെ ആരെടുക്കാനാ ഗൈസ്. അപ്പോ നമ്മള് 2 ദിവസം മുന്നേ പെരുന്നാളിന്റെ അന്ന് കാലത്ത് നമ്മൾ കസിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ബർത്ത്ഡേ പരിപാടിയും ചെയ്യണ്ട, അതുകൊണ്ട് പറയാ അത് വേറെ പരിപാടി. സർപ്രൈസ് വീഡിയോ കൊടുക്കണം. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോ പുലർച്ചെ 4 മണി ആ ചാനലിൽ ലിങ്ക് ഒന്ന് കൊടുക്കാല്ലേ? അത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അതൊന്ന് കയറി നോക്കൂ ഗൈസ്. പരിപാടി യുഎഇയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, കേരളത്തിക്കൊന്നും പറയാം. ഓൾ കേരള നമ്മള് സർപ്രൈസ് ബർത്ത്ഡേ പരിപാടി കൊടുക്കും. സോറി ഓൾ യുഎഇയില് ബർത്ത്ഡേ പാർട്ടി നമുക്ക് കൊടുക്കും. അത് നാട്ടിൽ നിന്ന് നമുക്ക് ഓർഡർ എടുക്കാം, നോ സീൻ. ഇവിടെ നമ്മൾ അഡ്രസ് നല്ല തന്നാൽ മതി. നാട്ടില് വേണമെന്ന് ആൾക്കാരുണ്ട്. അതെ, നാട്ടിൽ ഇപ്പൊ പോണാൽ മതി. ബ്രാഞ്ചസ് തുടങ്ങിയിട്ടില്ലേ? ഇപ്പോ കരയിപ്പിക്കാം, ചിരിപ്പിക്കാം. ഇപ്പോ ആരാണോ ഈ ബർത്ത്ഡേ വ്യക്തിയെ നമുക്ക് എല്ലാം ചെയ്യിപ്പിക്കാം. ബർത്ത്ഡേ തന്നെയാണെന്നില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്യും നമ്മള്. അതെ, വെറുതെ ഒരു സർപ്രൈസ് കൊടുക്കാം. ജനനം മുതൽ മരണം വരെ. അപ്പോ നമ്മൾ അന്ന് പോയ ബീച്ചാ, തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് ലൊക്കേഷൻ വരുന്നത്. കൈറ്റ് ബീച്ചിന്റെ അവിടെ നിന്ന് എനിക്ക് 3 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ. അത് എവിടെയെന്ന് വെച്ചാല് കറക്റ്റ് ബുർജ് അൽ അറബിന്റെ തൊട്ടടുത്ത് ഈ ലൊക്കേഷൻ വരുന്നത്. എത്തിയിട്ട് കാണിച്ചിട്ട് ബാക്കി സ്പോട്ടൊക്കെ. സോ ബുർജിന്റെ പറയാലോ, ലൈക്ക് 10 സ്റ്റാർ ഹോട്ടലാ, 7 സ്റ്റാറോ 10 സ്റ്റാർ ആവുന്നുണ്ട്. ലോകത്തിലെ 10 സ്റ്റാർ ഹോട്ടലാണ് ബുർജ് അൽ അറബി. സോ ഓൺലി ഇൻ UAE. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാണിച്ചു തരാം, നോക്കട്ടെ, ഉറപ്പില്ല. നിങ്ങൾ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുന്ന നാളെ ഞങ്ങൾ ഉള്ളിൽ കയറി വ്ലോഗ് ചെയ്ത് തരാം, ഫുഡൊക്കെ കഴിച്ച്. ബുർജിയിലേക്കും കയറും നമ്മൾ അല്ലേ? അതെ, ഓഫ്കോഴ്സ് കയറും. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ എല്ലാം ചെയ്യും. ദുബായില് കയറ്റ് വെച്ച് നിങ്ങളടുത്ത് വെച്ചിട്ട് കാര്യമില്ല, ഞങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കണേ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായി കയറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വഴികളൊക്കെ ഒന്ന് കാണാം. ഇതെന്താ സംഭവിച്ച അറബികളെ വീടുകളാണ് കഴിച്ചിട്ടൊക്കെ. നല്ല അടിപൊളി ലോക്കൽസ് എന്ന് പറയുമ്പോ ഹൈ റേഞ്ച്. ഇവിടത്തെ ലോക്കൽസ് വമ്പന്മാരുടെ വീടാണ്. നല്ല വമ്പൻ കാറുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ അല്ലേ? സാധനം നോക്ക്, ചിക്കിരിക്കുന്നുണ്ട്. ഫ്ലാഷ് അടിക്കുമ്പോഴേ ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്യാ.
അതെ, നമ്മളെ കാറൊക്കെ തൊട്ടിക്കാറ്. ഏയ് നമ്മളൊക്കെ എടുക്കും. നമ്മളെടുക്കും ഒരു ദിവസം എന്തായാലും. നമ്മളിൽ എന്തുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ ഈ അടുത്ത പറയണേ ഉള്ളതുകൊണ്ട് റെസ്പെക്ട് ചെയ്യാന്നുണ്ടല്ലോ. വമ്പൻസിന്റെ കളിയാണ് അവിടെ ഗൈസ്. മെഴ്സിഡീസ്, അറബിലൊന്ന് കേസ് എടുക്കുമോ? അവിടെ ജി വാഗൺ. അറബി നോക്കുന്നുണ്ട് ഗൈസ്. അറബിന്നല്ല, ഏത് ഇംഗ്ലീഷുകാരനാ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ. ഇവിടെ ഈ കൈറ്റ് ബീച്ചിന്റെ ജുമേരോടൊക്കെ പ്രത്യേകത വെച്ചാല് നല്ല കിടുക്കം വണ്ടികളാണ്. വണ്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ എന്താണോ ഈ ലൊക്കേറ്റിലിന്റെ അപ്പുറത്ത് ഞാൻ കാണിച്ചിട്ട് ആ സ്പോട്ട് എത്തും അറിയില്ല, ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ കാണാം അറബികളൊക്കെ നൈറ്റ് ഒന്ന് കമ്പനി അടിച്ചിരുന്നു. പക്ഷെ എന്റെ പൊന്നി അതൊക്കെ വണ്ടി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ശരി. ഇവിടെ റെന്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട്. അത് അവർക്ക് പറ്റി ചെയ്യണത്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ പൈസ ഉള്ളവർക്കുള്ള സ്ഥലമാണ്. റിച്ച് വീടുകളാണ് രണ്ട് സൈഡിലും. അവരെ കാറുകളോ പഴയതും പുതിയതുമായ നല്ല കളക്ഷൻസ്. ഏത് ബ്രാൻഡിനാവോ ഏതാണോ അറിയില്ല. മെഴ്സിഡീസ് മറ്റേ കിച്ചണിട്ട് ആൾ കൊടുത്തുള്ള വണ്ടിയിരിക്കും. വെറുതെ അങ്ങോട്ട് പോവാൻ സാധനം അങ്ങനെയൊക്കെ മീൻ പിടിക്കാൻ പോവാൻ അങ്ങനെയൊക്കെ. എത്രയാണോ? അപ്പൊ നമ്മള് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇറങ്ങിയാൽ അറിയാൻ പറ്റുള്ളൂ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടല്ലോ. ഇല്ല, നോർമലി ആ ലൈറ്റ് കാണിച്ചു കൊടുത്തേ. ആ ലൈറ്റ് ഉള്ള സ്ഥലത്ത് സ്വിമ്മിങ് സ്പോട്ട് ആണെന്നാണ് ഇവിടുത്തെ ഒരു ബീച്ചിന്റെ നിയമം. അപ്പോൾ ഇതാണ് നേരത്തെ നമ്മള് വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ ലൈറ്റ്. ഈ ലൈറ്റ് എവിടെയൊക്കെ ഉണ്ടോ അല്ലേ? അതെ, ബീച്ച് ഓപ്പൺ ആയിരിക്കും. ലൈറ്റ് എന്ന് വെച്ചാൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇവിടെ സ്വിമ്മിങ്ങിന്റെ. സോ ഗൈസ്, വിഷ്ണു വേറെ ബീച്ച് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്കിവിടെ കിട്ടാൻ ചാൻസ് ഉള്ള വേറൊരു ബീച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നേരത്തെ എന്താ വെച്ചാൽ നമ്മൾ ആ വീഡിയോയുടെ ഇടയിൽ നമ്മളോട് സെക്യൂരിറ്റി നമ്മളോട് വന്ന് പറഞ്ഞ് ഇവിടെ ഫാമിലീസ് മാത്രമല്ല അവിടെ ഉള്ളൂ. അത് നല്ല ഇത് തന്നെ പറഞ്ഞതല്ലേ, ലൈക്ക് കിലിപ്പൊന്നുമല്ലേ, കാര്യം പറഞ്ഞു മാന്യമായിട്ട്. അവിടെ കയറാൻ പറ്റില്ല, ഫാമിലിക്ക് മാത്രമല്ല അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ഫാമിലി ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി. സോ വണ്ടി ഇരിക്കുക. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഇവിടെ അടുത്തുള്ള വേറെ ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല ഇനി കിട്ടുമല്ലേന്ന്. കാരണം എന്തായാലും ബീച്ചിൽ ഇറങ്ങിയത് നമുക്ക് ബീച്ച് കണ്ട് തന്നെ പോവാം എന്നുള്ള മൂഡിലാണ്. വെല്ലുവിളി ഒന്നും വിളിക്കുന്നില്ല, കാരണം ഇനിയിപ്പോൾ എല്ലായിടത്തും. കാരണം മെയിനായിട്ട് വെച്ചാൽ ദുബായിൽ അങ്ങനെ ഉണ്ട് സംഭവം. ഇപ്പോൾ ഒരു 3 years ആയി ഞാൻ. വിഷ്ണു ഇപ്പോൾ എത്ര 5 വർഷമായി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ പെരുന്നാളിനൊക്കെ ഒരു ലോങ് വെക്കേഷൻ അല്ലേ. സോ ഫാമിലീസും കൂടുതൽ ബീച്ചിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. ദുബായ് മാളിലൊക്കെ ഉണ്ട് അങ്ങനെ, ബുർജ് ഖലീഫിലൊക്കെ. അപ്പോൾ ഫാമിലീസിനാണ് അവർ കുറച്ചുകൂടി, ബാച്ചിലേഴ്സിന് അലൗഡ് അല്ല. കുഴപ്പമില്ല, അലക്സി. ഇത് ഇന്നത്തെയും 2-3 ദിവസം ഉണ്ടാവുള്ളൂ, കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ ഓൾറെഡി. ശരിക്കുള്ള കയറ്റ് ബീച്ചിലേക്ക് കിട്ടാലോ, പോകാൻ വഴിയില്ല. അവിടെ ഇപ്പോൾ കയറിയത്, അവിടെ കയറാൻ പറ്റില്ല ബ്രോ. കയറാൻ പറ്റില്ല, ഉറപ്പാണ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഷ്യൂ. നമ്മളോട് നിന്ന് ഇറങ്ങി വണ്ടി കയറി. ഓക്കെ, ഹോൾഡ് ഓൺ, നോക്കട്ടെ. സോ ഗൈസ്, നമ്മളെ പരിപാടി മുട്ടിയിരിക്കുന്നു. ബീച്ചാണ്ട് പോർട്ടിലേക്ക് കൊടുക്കുന്നത് ഇവിടെ ഉണ്ട്, പക്ഷെ 10 മണി എൻട്രി ഉള്ളു അത്ര. സോ ഗൂഗിളിൽ കാണിച്ചത് എന്താ, വേറെ ടീം വന്നിട്ടുണ്ട്, ഒരു മൂഞ്ചി. സോ ലൊക്കേഷൻ ഏതാണെന്ന് അറിയുന്നില്ല. ആ റൂട്ടിലുള്ളതാണ് എന്തായാലും. ഓക്കെ, സോ വെള്ളം കുടിച്ചിട്ട് തെറിക്കുന്നാല് എമറാസിന് ഒരു കോഫി കുടിക്കാം അല്ലേ, എന്നിട്ട് വിടാം. ഓക്കെ ഗായ്സ്, സോ അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ഞങ്ങൾ ഡിസ്കംബി ആയി ഗൈസ്, ഇവിടെ ഫോക്കസ് ആയിട്ടുണ്ടാവും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഇനിയിപ്പോ കിടന്നുറങ്ങാം. അതെ, സ്റ്റേ ട്യൂൺഡ്. ബ്ലോഗ് കണ്ടിട്ട് അഭിപ്രായം പറയൂ, കമന്റ്സ് ഇടൂ. ഓക്കെ, സബ്സ്ക്രൈബ് പിന്നെ ചെയ്യാം, ബെൽ ബട്ടൺ ഒക്കെ. ഓക്കെ, ഇതൊക്കെ ആവട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു. സോ സൈനിങ് ഔട്ട് ഫ്രം വിഷ്ണു ആൻഡ് ജിഹാദ്. See you soon. Bye.